അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എഗ്ഗ് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ മുട്ട തന്നെ പുഴുങ്ങിയത് കഴിക്കുമ്പം അല്ലെങ്കിൽ ഓംലേറ്റ് തന്നെ കഴിക്കുമ്പം ഒരു മടുപ്പുണ്ടാകും, സ്വാഭാവികം. എന്നാൽ പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ പൊരിച്ച മുട്ട ഒന്നും കൂടി ടേസ്റ്റി ആക്കി എടുക്കാൻ പറ്റിയ ഒരു ഐഡിയയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു തരികിട മുട്ട റെസിപ്പി ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്ന ചെറിയുള്ളി ചമ്മന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയുള്ളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് എരിവ് കുറച്ചുണ്ടാക്കാം, ഡയറ്റിലാകുമ്പോൾ കുറഞ്ഞ എരിവ് മതിയാകും. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം രാവിലെ തന്നെ റെഡിയാക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഒരു തക്കാളിയൊക്കെ ചുട്ടതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നന്നാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചമ്മന്തിയെ പുഴുങ്ങിയ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. ഈ മുട്ട തനിച്ച് കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. പിന്നെ ഈ ഒരു ചമ്മന്തി തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ ഐഡിയയിലുള്ള ഏത് തരം ചമ്മന്തിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ചെള്ളിയിട്ടിട്ടുള്ള ചമ്മന്തി മുമ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു കേട്ടിരുന്നു, ഞാൻ ചെള്ളിയിട്ട തേങ്ങാ ചമ്മന്തി ചേർത്തിട്ടാണ് മുട്ട കഴിക്കാറെന്ന്. അപ്പം ഇങ്ങനെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ ചമ്മന്തി കുറച്ച് കൂടുതൽ എരിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചുണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. ഡയറ്റിലാകുമ്പം ചിലർക്ക് എരിവ് കൂടി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് എരിവ് കുറച്ചുണ്ടാക്കിയാൽ മതി. അതേപോലെ തന്നെ ഞാനൊരു ദിവസം പുതിനയില ചമ്മന്തി വെച്ചിട്ടാണ് ഇതേപോലെ മുട്ട കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചമ്മന്തി വെച്ചിട്ട് മുട്ടയുടെ ബജി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു ഡയറ്റിൻ്റെ ആദ്യ കാലങ്ങളിൽ. അപ്പോൾ അത് കാണാത്തവരൊന്ന് നോക്കണേ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് ഏത് ചമ്മന്തി വെച്ചിട്ടും പുഴുങ്ങിയ മുട്ടയിൽ തയ്യാറാക്കാം. അതേപോലെ തന്നെയാണ് പൊരിച്ച മുട്ടയിലും. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓംലേറ്റ് പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള ചമ്മന്തി സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. ഇതും ഇതേപോലെ റെഡിമെയ്ഡാക്കി വെച്ച ചമ്മന്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ വളരെ ചെറുതായിട്ട് മുറിച്ചത് അല്ലെങ്കിൽ കാബേജ് അതൊക്കെ കുറേശ്ശൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. സലാഡൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ പച്ചക്ക് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു സലാഡ് കഴിക്കുന്ന മടുപ്പുണ്ടാവില്ല, എന്നാൽ അങ്ങനത്തെ വെജിറ്റബിൾസ് ഇലകളൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പീസസിൻ്റെ മുകളിലും താഴെയും കുക്കുംബർ വെച്ചിട്ട് അങ്ങനെ കഴിക്കാം. ചിലർക്ക് നല്ല ഭംഗിയാക്കി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ കാണാനൊക്കെ മുഞ്ച് കൂട്ടിയിട്ട് അങ്ങനെ പ്ലേറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു തരികിട മുട്ട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ എന്നേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ട് പ്ലേറ്റിങ് ചെയ്യാനും പിന്നെ ഇതേപോലെ വ്യത്യസ്തമായ ചമ്മന്തികളൊക്കെ വെച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ നിങ്ങളുടെ ഫോട്ടോസും റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതേപോലെ എല്ലാവരിലേക്കും എത്തിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ തയ്യാറാക്കുന്ന ഇതേപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പികളുടെ ഫോട്ടോസും അതേപോലെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ഐഡി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം റംഷി എന്നാണ്, റംഷി കഴിഞ്ഞിട്ട് ANW എന്നാണ് ഇൻസ്റ്റഗ്രാം ID. അതേപോലെ ഫേസ്ബുക്ക് പേജ് LCHF റെസിപ്പി മലയാളം എന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.